എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു പുസ്തകത്തെപ്പറ്റിയും അതിൻ്റെ രചയിതാവിനെ പറ്റിയും ഞാൻ പരിചയപ്പെടുത്തുകയുണ്ടായി. ഭാഷയെപ്പറ്റി നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ആ എഴുത്തുകാരൻ്റെ പേര് ഡോക്ടർ ബാബു കെ വർഗീസ്. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ലെറ്റ് ദെയർ ബി ഇന്ത്യ. ഇതിൻ്റെ മലയാളം പതിപ്പ് ആധുനിക ഭാരതം ബൈബിളിൻ്റെ സൃഷ്ടി എന്ന പുസ്തകത്തെ ആധാരമാക്കി ഭാരതീയ ഭാഷയെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. കുറച്ച് നാളുകളായി ഭാരതത്തിൽ ഒരു കള്ളപ്രചരണം നടക്കുന്നു. സംസ്കൃത ഭാഷ ഭാരതീയരാണ് സൃഷ്ടിച്ചതെന്നും സംസ്കൃത ഭാഷയാണ് മറ്റെല്ലാ ഭാഷകളുടെയും ജനനിയെന്നും മറ്റും. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പാർലമെൻറ്റിൽ ഒരു MP ഇതേ പൊള്ളത്തരം വിളിച്ചു പറയുന്നത് ഞാൻ ശ്രദ്ധിക്കപ്പെട്ടു. ലോക ഭാഷകളെപ്പറ്റി പഠിക്കാൻ ഏതാണ്ട് 32 സിദ്ധാന്തങ്ങൾ അല്ലെങ്കിൽ തിയറീസ് ഉണ്ടെന്നാണ് ഭാഷാ പണ്ഡിതന്മാർ അവകാശപ്പെടുന്നത്. ഈ 32 തിയറീസും പറയുന്നത് ഈ ഭാഷകളെല്ലാം ഇന്ന് ലോകത്തിൽ സംസാരിക്കപ്പെടുന്നതും അച്ചടിക്കപ്പെടുന്നതായിട്ടുള്ള എല്ലാ ഭാഷകളുടെയും അതിൻ്റെ എല്ലാ ഉൽപ്പത്തി ഒരു ഭാഷയിൽ നിന്നാണ്. ആ ഭാഷ ഏതാണെന്ന് ഈ സംസ്കൃതം പറയുന്ന പണ്ഡിതന്മാർക്കോ അല്ലെങ്കിൽ ഇങ്ങനെ പൊള്ളത്തരം വിളിച്ച് പറയുന്ന പൊളിറ്റീഷ്യൻസിനോ അറിയില്ലെന്നുള്ളതാണ് സത്യം. അഥവാ ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ആ സത്യം അംഗീകരിക്കാനും അവർ തയ്യാറല്ല. സത്യവേദ പുസ്തകം വായിക്കുന്ന പഠിക്കുന്ന ഞങ്ങൾക്കറിയാം ഭാഷകളുടെ ഉൽപ്പത്തി എവിടെ നിന്നാണെന്ന്. അതിന് മറ്റെങ്ങും പോകേണ്ട കാര്യമില്ല. ഞങ്ങളുടെ കൈവശമിരിക്കുന്ന ഈ ബൈബിൾ ഒന്ന് പരിശോധിച്ചാൽ മതി. വീണ്ടും ഒരു പ്രാവശ്യം കൂടി നിങ്ങൾക്ക് വേണ്ടി ആ വാക്യം ഒന്ന് വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനം. ഭൂമിയിൽ ഒക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കും ആയിരുന്നു. ദൈവം മനുഷ്യൻ്റെ ഭാഷ കലക്കുന്നതുവരെ പിന്നീട് ബാബിലോൺ എന്നു പേരായ രാജ്യത്ത് സംസാരിച്ചിരുന്ന ഭാഷ ആയിരുന്നു. ആ ഒരു ഭാഷ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 11-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഞാൻ സംസ്കൃത ഭാഷയെപ്പറ്റിയും മറ്റ് ഭാരതീയ ഭാഷകളെപ്പറ്റിയും അല്പം കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ലോകത്തിൽ ഏതാണ്ട് 7096 ഭാഷകളുണ്ട്. ഈ 7096 ഭാഷകളും ഒരു മൂലഭാഷയിൽ നിന്നാണ് ഉത്ഭവിച്ചതെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഈ 7096 ഭാഷകളിൽ 10 ഭാഷാ കുടുംബമുണ്ട്, അതായത് ലിംഗ്വിസ്റ്റിക് ഫാമിലീസ്. ഈ 10 ലിംഗ്വിസ്റ്റിക് ഫാമിലീസ് ഭാഷാ കുടുംബങ്ങളിലെ ഒരു ഭാഷാ കുടുംബമാണ് ഇൻഡോ ആര്യൻ. ഈ ഇൻഡോ ആര്യൻ ഭാഷാ കുടുംബത്തിൽ 1200 ഭാഷകളുണ്ട്. ആ 1200 ഭാഷകളിൽ ഒന്ന് മാത്രമാണ് സംസ്കൃത ഭാഷ. സംസ്കൃത ഭാഷ ഭാരതീയരുണ്ടാക്കിയ ഭാഷയല്ല. കുറച്ച് മാസങ്ങൾക്ക് മുമ്പും ഒരു നേതാവിൻ്റെ പ്രസ്താവന വന്നു, ഗ്രീക്ക് ഭാഷയും ലാറ്റിൻ ഭാഷയും ഒക്കെ നമ്മുടെ സംസ്കൃത ഭാഷയിൽ നിന്ന് വികസിപ്പിച്ചെടുത്തതാണെന്ന്. എന്നാൽ സംഭവം നേരെ മറിച്ചാണ്. ഇൻഡോ ആര്യൻ ഭാഷാ കുടുംബത്തിലുള്ള ഭാഷകളാണ് ഗ്രീക്കും ലാറ്റിനുമൊക്കെ. അതുകൊണ്ട് തന്നെ പല പദങ്ങൾക്ക് സാമ്യമുണ്ടായിരിക്കാം. നമുക്കറിയാം, നമ്മുടെ മലയാള ഭാഷ സംസാരിക്കുമ്പോഴും എഴുതുമ്പോഴുമൊക്കെ പല സംസ്കൃത വാക്കുകൾ നമ്മളും ഉപയോഗിക്കാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഗ്രീക്കിലും ലാറ്റിൻ ഭാഷകളിലും സംസ്കൃത പദം ഉപയോഗിക്കുക സ്വാഭാവികമാണ്. ഈ അവസരത്തിൽ ഈ വിഷയത്തോട് അനുബന്ധിച്ച് തന്നെ 1-2 കാര്യങ്ങൾ പറഞ്ഞ ശേഷം നാം ചർച്ച ചെയ്തു വരുന്ന ഭാഷയിലേക്ക് മടങ്ങി വരാം. ഏതാണ്ട് 200 വർഷക്കാലം ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചു. അവരുടെ കൂട്ടത്തിൽ വ്യാപാരത്തിനായി പോർച്ചുഗീസുകാരും ഡച്ചുകാരും മറ്റുമുണ്ടായിരുന്നു. അവർ ഇന്ത്യയെ കൊള്ളയടിച്ച് കൊണ്ടുപോയി. ഇത് നടന്നതായ യാഥാർത്ഥ്യ സംഭവമാണ്. അവർ ഇന്ത്യക്കാരുടെ മേൽ ആധിപത്യം സ്ഥാപിച്ച് ജനങ്ങളെ ഭരിച്ച്
കയ്യിൽ കിട്ടിയതെല്ലാം അവർ കൊണ്ടുപോയി. ഈ കാരണം കൊണ്ട് തന്നെ ഭാരതീയരിൽ ഭൂരിഭാഗം ജനതയും വിദേശികളായ ബ്രിട്ടീഷുകാരെ വെറുക്കുന്നത് പോലെ തന്നെ ഈ കാര്യത്തിൽ ഞാനും അവരെ വെറുക്കുന്നുണ്ട്. അവർ അതിനായി വന്നവരാണ്, അവർ അത് ചെയ്തു. എന്നാൽ ബ്രിട്ടീഷുകാർ ഇവിടെ വന്നപ്പോൾ അവരുടെ കൂടെ പല രാജ്യങ്ങളിൽ നിന്നും ഒരു കൂട്ടം മിഷണറിമാരും ഭാരതത്തിലേക്ക് വന്നു. അവർ സ്വന്തം നാടിനെയും സ്വന്തക്കാരെയും ബന്ധക്കാരെയും എല്ലാം മറന്ന് അവരുടെ സമ്പാദ്യങ്ങളും കൊണ്ട് ഭാരതത്തിൽ വന്നത് സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി ആയിരുന്നില്ല. ആ മിഷണറിമാരെ മറന്നിട്ട് വിദേശികളെ ഒന്നടങ്കം കുറ്റം പറയുന്നത് ശരിയല്ല. ക്രിസ്ത്യൻ മിഷണറിമാർ ഭാരതത്തിൽ വന്ന് പഠിപ്പിച്ചത് ദൈവം സൃഷ്ടിച്ച എല്ലാ മനുഷ്യരും തുല്യരാണെന്നാണ്. അതുകൊണ്ട് എല്ലാവരും തമ്മിൽ സ്നേഹിക്കണം. മിഷണറിമാർ ഭാരതത്തിൽ വന്ന് പഠിപ്പിച്ചു, ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ബ്രാഹ്മണനില്ല, ക്ഷത്രിയനില്ല, വൈശ്യനില്ല, ശൂദ്രനില്ല, ചണ്ടാളനില്ല, എല്ലാവരും തുല്യരാണ്. അതുകൊണ്ട് തമ്മിൽ സ്നേഹിക്കുക, ബഹുമാനിക്കുക. ക്രിസ്ത്യൻ മിഷണറിമാർ ജാതി വ്യവസ്ഥയ്ക്കെതിരെ, വർണ്ണവ്യവസ്ഥയ്ക്കെതിരെ, തീണ്ടലിനെതിരെ, ഉയർന്നവരും താണവരും എന്ന വ്യവസ്ഥിതിക്കെതിരെ, അടിമത്വത്തിനെതിരെ, സ്വേച്ഛാധിപതികൾക്കെതിരെ പോരാടുവാൻ ജനങ്ങളെ പഠിപ്പിച്ചു. അത് കാരണത്താൽ ഭാരതത്തിലെ ഉന്നത ജാതരായ ആൾക്കാരുടെ അടിസ്ഥാനം ഇളകാൻ തുടങ്ങി. അപ്പോൾ അവർ നവോത്ഥാനം നടപ്പാക്കാൻ വന്ന മിഷണറിമാർക്കെതിരെ പോരാടുവാൻ കുറച്ച് നിഷ്കളങ്കരായ മനുഷ്യർക്ക് പണം നൽകി. അവരെ കൊണ്ട് പള്ളികൾ തകർപ്പിക്കുകയും മിഷണറിമാരെ മർദ്ദിക്കുകയും കൊല്ലുകയും ചെയ്യാൻ തുടങ്ങി. അത് ഇന്നും നിരുപാധികം നടന്നുകൊണ്ടേയിരിക്കുന്നു. നാം ഭാരതീയ ഭാഷയെപ്പറ്റി സംസാരിക്കുകയായിരുന്നു. അതിലേക്ക് മടങ്ങി വരാം. ആരായിരുന്നു ഭാരതീയ ഭാഷകൾ വികസിപ്പിച്ചത്? അത് ക്രിസ്ത്യൻ മിഷണറിമാരായിരുന്നു. ഭാരതീയ ഭാഷ വികസിപ്പിക്കുവാൻ അന്നത്തെ വിദ്യാസമ്പന്നർ എന്നറിയപ്പെട്ടിരുന്ന സംസ്കൃത ഭാഷ സംസാരിക്കുന്ന ബ്രാഹ്മണർക്ക് താല്പര്യമില്ലായിരുന്നു. അന്ന് ഭാരതം കൈയടക്കി ഭരിച്ച ബ്രിട്ടീഷുകാർക്കും വലിയ താല്പര്യം ഇതിലില്ലായിരുന്നു. പിന്നെ ആരാണ് ഇന്ന് നിലവിലുള്ള 1652 ഭാഷകൾ വികസിപ്പിച്ചത്? അത് മറ്റാരുമല്ല, ക്രിസ്ത്യൻ മിഷണറിമാരായിരുന്നു ആ ദൗത്യം ഏറ്റെടുത്ത് നടത്തിയത്. ഇത് ഞാൻ പറയുന്നതല്ല, ചരിത്രരേഖകളിലും എൻ്റെ കൈവശമിരിക്കുന്ന ലെറ്റ് ദെയർ ബി ഇന്ത്യ എന്ന ഈ പുസ്തകത്തിലും വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇത് വളരെ പഴയ കാര്യങ്ങളൊന്നുമല്ല, കേവലം 300 വർഷത്തിന് മുമ്പുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈ 300 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സങ്കീർണമായ വിഷയത്തിൻ്റെ പേരിൽ വലിയ സംഘർഷം ഭാരതത്തിലുള്ള സാധാരണ ജനങ്ങൾ, വിദ്യാസമ്പന്നരായ ബ്രാഹ്മണർ, ബ്രിട്ടീഷ് ഭരണാധികാരികൾ, മിഷണറിമാർ ഇവരുടെ ഇടയിൽ നടന്നിരുന്നു. അതിന് കാരണം ഇവരുടെ ഇടയിൽ വാർത്താവിനിമയം, അതായത് കമ്മ്യൂണിക്കേഷൻ നടത്താൻ ഒരു സാമൂഹിക ഭാഷ വേണമായിരുന്നു. അതിനുവേണ്ടി ഒരു കോമൺ പോളിസി തയ്യാറാക്കണമായിരുന്നു. അതിനുവേണ്ടി ബ്രിട്ടീഷ് ഗവൺമെൻറ്, ക്രിസ്ത്യൻ മിഷണറി ആയിരുന്ന വില്യം കേരി, സംസ്കൃത ഭാഷ സംസാരിച്ചിരുന്ന ബ്രാഹ്മണർ ഇവരുടെ ഇടയിൽ ഒരു പിടിവലി നടന്നുകൊണ്ടിരുന്നു. അത് വളരെ നാൾ നീണ്ടു നിന്നു. കോമൺ പോളിസി ഉണ്ടാക്കാനുള്ള പദ്ധതിയിൽ ക്രിസ്ത്യൻ മിഷണറിമാർ ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചു. അതായത് കുറഞ്ഞത് 3 ഭാഷ വികസിപ്പിക്കുക. അതിനായി സാധാരണ ജനങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുക, സംസ്കൃതം പഠിപ്പിക്കുക, പിന്നെ സാധാരണക്കാരുടെ പ്രാദേശിക ഭാഷ പഠിപ്പിക്കുക. ബ്രിട്ടീഷ് സർക്കാരിന് മിഷണറിമാരുടെ നിർദ്ദേശം അല്ലെങ്കിൽ ഉദ്ദേശം നന്നായി അറിയാമായിരുന്നു. ബ്രിട്ടീഷുകാർ ചിന്തിച്ചു, സാധാരണക്കാരായ ജനങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിച്ചാൽ പിന്നെ ബ്രിട്ടീഷുകാരുടെ ജോലികൾ ചെയ്യാനും അടിമവേല ചെയ്യാനും സാധാരണ ജനങ്ങളെ കിട്ടില്ല. അഥവാ കിട്ടിയാൽ തന്നെ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവർ ശബ്ദമുയർത്തും. അതുകൂടാതെ ബ്രിട്ടീഷുകാരുടെ കൂടെ ഇരുത്തേണ്ടതായി വരും. ഈ കാരണങ്ങൾ കൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഈ നിർദ്ദേശം തള്ളിക്കളഞ്ഞു. മറുഭാഗത്ത് ബ്രാഹ്മണർ സംസ്കൃത ഭാഷ ബ്രിട്ടീഷുകാരെയും
ഭാരതത്തിലുള്ള സാധാരണ ജനങ്ങളെയും പഠിപ്പിക്കാൻ തയ്യാറായില്ല. അബ്രാഹ്മണരായ ഭാരതീയർക്ക് സംസ്കൃത ഭാഷ അറിയാത്തതുകൊണ്ട് അവരും നിസ്സഹായരായിരുന്നു. അബ്രാഹ്മണരായ ആൾക്കാർക്ക് സംസ്കൃത ഭാഷ വിലക്കിയിരുന്നു. അബ്രാഹ്മണൻ സംസ്കൃത ഭാഷ സംസാരിക്കാൻ പാടില്ല, ആ ഭാഷ കേൾക്കാൻ പോലും പാടില്ല. അഥവാ അബ്രാഹ്മണരായ ആരെങ്കിലും സംസ്കൃത ഭാഷ കേട്ടു എന്നറിഞ്ഞാൽ ആ കേട്ടവൻ്റെ കാതുകളിൽ ഈയം ഉരുക്കി ഒഴിക്കുമായിരുന്നു. അബ്രാഹ്മണരായ ആരെങ്കിലും സംസ്കൃത ഭാഷ സംസാരിച്ചാൽ സംസാരിച്ചവൻ്റെ നാവ് അറുത്തു കളയുമായിരുന്നു. ഈ സാഹചര്യത്തിൽ സംസ്കൃത ഭാഷ മറ്റുള്ളവരെ പഠിപ്പിക്കുക അസാധ്യമായിരുന്നു. ഒരു രസകരമായ കാര്യം, ബ്രാഹ്മണർ സംസ്കൃത ഭാഷ തൻ്റെ ഭാര്യയെയും പെൺമക്കളെയും പോലും പഠിപ്പിച്ചിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ കാലങ്ങൾക്ക് ശേഷം സംസ്കൃത ഭാഷ ലോകത്തെ പരിചയപ്പെടുത്തിയത് ക്രിസ്ത്യൻ മിഷണറിമാരായിരുന്നു. അതായത് വില്യം കേരി, പിന്നെ മാക്സ് മുള്ളർ, ഇവരായിരുന്നു സംസ്കൃത ഭാഷ ലോകത്തെ പരിചയപ്പെടുത്തിയത്. അവർ സംസ്കൃത ഭാഷ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തു. ഇവിടെ ഒരു കാര്യം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ബ്രിട്ടീഷുകാർക്ക് സംസ്കൃത ഭാഷ പ്രോത്സാഹിപ്പിക്കാൻ അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യാൻ യാതൊരു താല്പര്യവും ഇല്ലായിരുന്നു. പിന്നെ ബ്രാഹ്മണർ സംസ്കൃത ഭാഷ ഒരു അബ്രാഹ്മണനെ പഠിപ്പിക്കാൻ തയ്യാറല്ലായിരുന്നു. സാധാരണക്കാരായ ജനങ്ങൾക്ക് സംസ്കൃത ഭാഷ ഒരു പേടി സ്വപ്നമായിരുന്നു. കാരണം നേരത്തെ പറഞ്ഞു, അങ്ങനെയിരിക്കെ സംസ്കൃത ഭാഷ ഒരു നിർജീവ ഭാഷയായിരുന്നു, ഒരു മൃതഭാഷയായിരുന്നു. ആ മൃതഭാഷയെ ജീവിപ്പിച്ചെടുത്തത് വില്യം കേരി, മാക്സ് മുള്ളർ തുടങ്ങിയ ക്രിസ്ത്യൻ മിഷണറിമാരായിരുന്നു. അങ്ങനെ സംസ്കൃത ഭാഷയെ ലോകത്തിന് പരിചയപ്പെടുത്തിയത് ഒരു ഭാരതീയനല്ല, മറിച്ച് ക്രിസ്ത്യൻ മിഷണറിമാരാണ്. സംസ്കൃത ഭാഷയിൽ ഏറ്റവും കൂടുതൽ ഗവേഷണം നടത്തിയതും ക്രിസ്ത്യൻ മിഷണറിമാരാണ്. അതുകൂടാതെ രാമായണവും മഹാഭാരതവും ആദ്യം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ഒരു ബ്രാഹ്മണനോ ഒരു ഭാരതീയനോ അല്ല, അതും ക്രിസ്ത്യൻ മിഷണറിമാരാണ് ചെയ്തത്. ഹല്ലേലൂയ. എന്നിട്ടും ഭാരതീയരായ ക്രിസ്ത്യൻ മിഷണറിമാരെ ചീത്ത പറയുന്നു. ഇത് നിർത്തേണ്ടിയിരിക്കുന്നു. നാം ഭാഷയുടെ കാര്യമാണല്ലോ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഭാരതത്തിലെ 1652 ഭാഷകളെപ്പറ്റി പറയാൻ ഞാൻ മുതിരുന്നില്ല. എന്നാൽ ഭാരതത്തിലെ മുഖ്യ ഭാഷയായ ഹിന്ദിയെപ്പറ്റി അല്പം പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇത് നിങ്ങളും അറിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യമായ കാര്യമാണെന്ന് എനിക്ക് തോന്നി. ഹിന്ദി നമ്മുടെ രാഷ്ട്രഭാഷയാണെന്ന് കുറച്ച് നേതാക്കൾ കൊട്ടിഘോഷിക്കുന്നു. എന്നാൽ അത് രാഷ്ട്രഭാഷയല്ലെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ അവിടെ ഉത്തരം കിട്ടിയത് ഇങ്ങനെയാണ്: ഇന്ത്യയിൽ ഒരു ദേശീയ ഭാഷ ഇല്ല. ആർട്ടിക്കിൾ 343(1) അനുസരിച്ച് യൂണിയൻ്റെ ഔദ്യോഗിക ഭാഷ ദേവനാഗരി ലിപിയിലുള്ള ഹിന്ദി ആയിരിക്കും എന്നാണ് എഴുതിയിരിക്കുന്നത്. There is no one national language in India. According to Article 343(1), the official language of the Union shall be Hindi in Devanagari script. Hallelujah. നമ്മുടെ ഭാരതത്തിൽ 1,00,000-ൽ കൂടുതലുള്ള ജനസമൂഹങ്ങൾ സംസാരിക്കുന്ന 1652 ഭാഷകളാണുള്ളത്. ഇത് ജൂലൈ 1, 2018 കണക്ക് പ്രകാരം പറയുന്ന വസ്തുതയാണ്. ചെറിയ ചെറിയ സമൂഹങ്ങൾ സംസാരിക്കുന്ന ഭാഷ നോക്കുകയാണെങ്കിൽ ഏകദേശം 19,500-ൽ പരം ഭാഷകളാണ് ഭാരതത്തിലുള്ളത്. ഈ 1652 ഭാഷകളിൽ 230 ഭാഷകൾക്ക് മാത്രമേ ലിപിയുള്ളൂ. ബാക്കിയെല്ലാം വെറും സംസാര ഭാഷകളാണ്, അതിന് അക്ഷരങ്ങളില്ല. ഇപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ കണ്ടിന്യൂഷനായി നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. അതുവരെ നന്ദി, നമസ്കാരം.